ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ തിരുവചന വായന ഭാഗം ഉൽപ്പത്തി 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഉൽപ്പത്തി 16 സാറായി സന്താനമില്ലാത്തതിനാൽ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രഹാമിന് നൽകുന്നു. ഹാഗാർ ഗർഭിണിയാകുമ്പോൾ അവൾ സാറായി നിരസിക്കുന്നു. അതുകൊണ്ട് സാറായി അവളെ പീഡിപ്പിക്കുന്നു. ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ യഹോവയുടെ ദൂതൻ അവളെ കണ്ടുമുട്ടി ഭവനത്തിലേക്ക് തിരികെ പോകാനും കീഴടങ്ങിയിരിക്കുവാനും പറയുന്നു. അവളുടെ സന്തതി അനേകം ആകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ഹാഗാർ ദൈവത്തെ എന്നെ കാണുന്ന ദൈവം എന്ന് വിളിക്കുന്നു. അവൾ മടങ്ങി വന്ന് ഇസ്മായേലിനെ പ്രസവിക്കുന്നു. ഈ അധ്യായം ഉപേക്ഷിക്കപ്പെട്ടവരെയും ദൈവം കാണുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ഹാഗാർ ഒരു ദാസിയായിരുന്നാലും ദൈവത്തെ വ്യക്തിപരമായി അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തപ്പോൾ മനുഷ്യർ തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ തെറ്റുകളിലും എത്തുന്നു. നമ്മെ ആരും കാണുന്നില്ലെന്ന് തോന്നുമ്പോഴും ദൈവം കാണുന്നു. ഇന്നത്തെ ലോകത്ത് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ആളുകൾ കുറുക്കുവഴികൾ തേടുന്നു. ഈ ഭാഗം ദൈവം നമ്മുടെ അവസ്ഥ അറിയുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. ക്ഷമയും വിനയവും നമുക്ക് ആവശ്യമാണ്. നമുക്കിഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിലും സമർപ്പണത്തോടെയുള്ള ഒരു കീഴടങ്ങൽ ആവശ്യമാണെന്ന് ബോധിപ്പിക്കുന്നു. തെറ്റുകൾ ചെയ്താലും ദൈവം നമ്മെ കൈവിടുന്നില്ല. അവൻ ഇന്നും എന്നെ കാണുന്ന ദൈവം തന്നെയാണ്. ഉൽപ്പത്തി 17 ദൈവം അബ്രാമിനോടുള്ള നിയമം പുതുക്കി. അവൻ്റെ പേര് അബ്രഹാം എന്ന് മാറ്റുന്നു. സാറായുടെ പേര് സാറ എന്ന് മാറ്റുന്നു. സാറ ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. പരിച്ഛേദന നിയമത്തിൻ്റെ അടയാളമായി സ്ഥാപിക്കുന്നു. അബ്രഹാം തൻ്റെ വയസ്സിനെ കണ്ട് ചിരിച്ചെങ്കിലും ദൈവം ഇസ്ഹാക്കിൻ്റെ ജനനം ഉറപ്പിക്കുന്നു. ഇസ്മായിലിനും അനുഗ്രഹം ലഭിക്കും. എന്നാൽ നിയമം ഇസ്ഹാക്കിലൂടെയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അസാധ്യമായി തോന്നിയാലും അവൻ വിശ്വസ്തനാണ്. പേരുമാറ്റം ദൈവത്തിൻ്റെ വിളിയും മാറ്റവും സൂചിപ്പിക്കുന്നു. ദൈവവുമായുള്ള ബന്ധം അനുസരണയിലൂടെ ഉറപ്പിക്കുന്നു. വിശ്വാസം മനുഷ്യ പരിധികൾ കടന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതി സമയം, പ്രായം എന്നിവ കൊണ്ട് പരിമിതമല്ല. ദൈവം ഇന്നും മനുഷ്യരെ ഒരു ലക്ഷ്യത്തിലേക്ക് വിളിക്കുന്നു. അവൻ്റെ വാഗ്ദാനങ്ങൾ അസാധ്യമായി തോന്നാം, പക്ഷേ അവൻ വിശ്വസ്തനാണ്. പൂർത്തീകരണം കാണുന്നതിന് മുൻപേ അനുസരണം ആവശ്യമാണ്. നമ്മുടെ വ്യക്തിത്വം ദൈവം രൂപപ്പെടുത്തുന്നതാണ്. വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കണം. ഉൽപ്പത്തി 18 ദൈവം 3 അതിഥികളുടെ രൂപത്തിൽ അബ്രഹാമിനെ സന്ദർശിക്കുന്നു. അബ്രഹാം അവർക്ക് ആത്മാർത്ഥമായ അതിഥി സൽക്കാരം കാണിക്കുന്നു. സാറ ഒരു വർഷത്തിനകം മകനെ പ്രസവിക്കും എന്ന് അവർ പറയുന്നു. സാറ സംശയത്തോടെ ചിരിക്കുന്നു. സോദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നു. അബ്രഹാം നീതിമാന്മാർക്കായി ഇടപെടുന്നു. കുറച്ച് നീതിമാന്മാർ ഉണ്ടായാൽ നഗരം രക്ഷിക്കാമെന്ന് ദൈവം സമ്മതിക്കുന്നു. ദൈവം മനുഷ്യരോട് അടുത്തുള്ളവനാണ് എന്ന് ഈ അധ്യായം കാണിക്കുന്നു. അതിഥി സൽക്കാരം ദൈവസാന്നിധ്യത്തിന് വഴി തുറക്കുന്നു. സാറയുടെ സംശയം മനുഷ്യ ദുർബലതയെ കാണിക്കുന്നു. അബ്രഹാമിൻ്റെ പ്രാർത്ഥന കരുണയുള്ള ഹൃദയം കാണിക്കുന്നു. മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നു. നീതിമാന്മാരുടെ സാന്നിധ്യം ദേശത്തെ ദൈവകോപത്തിൽ നിന്നും വിടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതിഥി സൽക്കാരവും ദയയും പ്രധാനമാണ്. സംശയമുണ്ടാകാം, എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉറപ്പാണ്. മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. നീതിമാന്മാരുടെ സാന്നിധ്യത്തിന് മാത്രമേ ദേശത്തെ ദൈവകോപത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിയൂ. ദൈവം നീതിയും കരുണയും ഉള്ളവനാണ്. അസാധ്യമായ സാഹചര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നു. ഇന്നത്തേക്ക് ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ. ദൈവത്തിൻ്റെ സമയത്തെ കാത്തിരിക്കുന്നതിന് പകരം നാം നമ്മുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ? നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങളിൽ ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല എന്ന സത്യത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മുടെ അനുഗ്രഹത്തിന് ഉതകുന്നതായി തീരട്ടെ. ആമേൻ.